SFI സമ്മേളനത്തിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് കൂടി ചേരുകയാണ്. വിജിൻ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ പറഞ്ഞത്, അതായത് കാവ്യവൽക്കരണത്തിനെതിരായി വിദ്യാഭ്യാസ മേഖലയിൽ പോരാടുന്ന ഏക പ്രസ്ഥാനമാണ് SFIയെ തകർക്കാനുള്ള നിരവധി ആസൂത്രണങ്ങൾ, അതിനൊക്കെ അതിജീവിച്ചാണ് ചരിത്രത്തിൽ SFI നടന്നു വന്നത്. ഒരുപക്ഷെ പുതിയ കാലത്തിൻ്റെ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കരുത്താകുന്ന രീതിയിലാണ് സമ്മേളനത്തെ കാണുന്നത്. ഇന്നത് PM മാർഷോ രാവിലെ സൂചിപ്പിക്കുകയും ചെയ്തു കൈരളി ന്യൂസിനോട്. എന്തൊക്കെയാണ് ഇന്നത്തെ ഇനിയുള്ള കാര്യപരിപാടികൾ? അജിംഷാദ്, ഇന്നലെയാണ് SFI 35ാം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നത്. ഇന്ന് രാവിലെ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി, അതിൽ 10,000-ങ്ങളാണ് അണിനിരുന്നത്. അതിനുശേഷമുള്ള പൊതുസമ്മേളനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്, വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുന്ന സംഘടനയാണ് SFI. ഈ കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ SFI എടുത്ത നിലപാട് അത് ശ്ലാഘനീയമാണ്. എല്ലാ വിഷയത്തിലും വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് രാജ്യത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുന്ന നിലപാടാണ് SFI എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. SFI രൂപം കൊണ്ടതിന് മുമ്പും പല സംഘടനകളായി വിഭജിച്ചിരുന്ന കാലത്തും അതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. അതേ നിലപാട് ഇപ്പോഴും സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കരുത്തോടെയാണ് SFI മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ മുന്നോട്ട് പോക്ക് തുടരട്ടെ എന്ന ആശംസ കൂടി നേർന്നാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. രാഷ്ട്രീയ വിഷയങ്ങളിലും മുഖ്യമന്ത്രി കൃത്യമായി വിദ്യാർത്ഥികളോട് അതിലുള്ള തങ്ങളുടെ നയം വ്യക്തമാക്കുകയും ചെയ്തു. കാവ്യവൽക്കരണം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരായി പ്രതിരോധം തീർക്കേണ്ടതിന്റെ കടമയും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. എന്തായാലും 35ാം സംസ്ഥാന സമ്മേളനത്തിന്റെ റാലി വ്യാജ പ്രചാരണങ്ങൾക്കുള്ള പൂർണ്ണമായ മറുപടിയായി. എല്ലാ വിഷയത്തിലും SFIക്ക് എതിരെ തിരിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഘമായി തന്നെ SFI മാറിയിട്ടുണ്ട്. അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. 10,000-ങ്ങളാണ് റാലിയിൽ അണിനിരക്കുകയും അവർ ഇത്തരത്തിൽ SFIക്ക് എതിരെ നടക്കുന്ന വിഷയങ്ങളിൽ, വ്യാജ പ്രചാരണങ്ങളിൽ ഒക്കെ അതിനെതിരായുള്ള മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു റാലി കടന്നുപോയത്. എന്തായാലും ഈ തിരുവനന്തപുരത്തിന്റെ നഗരിയെ പൂർണ്ണമായും നിറച്ചുകൊണ്ടായിരുന്നു SFI റാലി നടന്നത്. ഇന്ന് അല്പസമയത്തിനകം 4 മണിക്ക് SFIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം അത് ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ ക്യൂബയിലെ മറ്റ് പ്രതിനിധിയും പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശേഷം. അതിനുശേഷം പൊതുചർച്ച ആരംഭിക്കും. നാളെ രാവിലെ 2 മണിക്കൂർ കൂടി പൊതുചർച്ച നീണ്ടു നിൽക്കും. അതിനുശേഷം പിന്നെയുള്ള ചർച്ചയും മറുപടിയും ഒക്കെ പൂർത്തിയാക്കിയാണ് നാളെ വൈകിട്ട് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വത്തിന്റെ സംഗമം കൂടി നടത്തുന്നുണ്ട്. വൈകിട്ടാണ് നടക്കുക. നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. മറ്റന്നാളാണ് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്ത് സമ്മേളനം അവസാനിക്കുക. അജിംഷാദ്. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.